വെള്ളാരംകുന്ന് അപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയും മറ്റു 8 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ശ്രുതിയുടെ ഒടിഞ്ഞ കാലിൽ രാവിലെയോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. നിലവിൽ ശ്രുതിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിനാൽ തന്നെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൻ്റെ വേദന ശ്രുതി അറിയുന്നില്ല. അതിനേക്കാൾ എത്രയോ ഭീകരമാണ് മനസ്സിനേറ്റ മുറിവ്. നനച്ചിരിക്കാതെ തൻ്റെ പ്രിയതമൻ തന്നെ വിട്ടു പോയിരിക്കുന്നു. 10 വർഷമായി തൻ്റെ സ്നേഹമായവൻ, അച്ഛനെയും അമ്മയെയും മറ്റു ബന്ധുക്കളെയും നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് താങ്ങും തണലുമായവൻ. ജെൻസന്റെ ഓർമ്മകൾ ശ്രുതിക്ക് നൽകുന്ന വേദന മരണത്തേക്കാൾ ഭീകരമാണ്. ഇന്നലെ ജെൻസന്റെ മൃതശരീരം ശ്രുതിയെ കാണിക്കുന്നതിന് മുമ്പ് കൂടെയുള്ളവർ ശ്രുതിയെ പലതും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ശ്രുതി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടുപോയും താൻ ജെൻസനെ ചികിത്സിക്കുമെന്ന് അവൾ വീറോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ജെൻസനില്ലെങ്കിൽ താനില്ല. തൻ്റെ 10 വർഷത്തെ പ്രണയവും ജീവിതവും നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല. ആ 10 വർഷത്തെ പ്രണയവും ജീവിതവുമാണിപ്പോൾ മണ്ണോട് ചേർന്നിരിക്കുന്നത്. കാലം ഈ ഭീകരതയ്ക്ക് ഒരു കൈത്താങ്ങാകട്ടെ. അതിനെ അതിജീവിക്കാൻ ശ്രുതിക്കാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.